ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോ ഒരുപാട് കാലമായി നമ്മൾ ഇതുപോലെ വി ആർ ബാക്ക് പറഞ്ഞിട്ട് പോയതാണ്. എനിവേ, അടുത്ത മാസം ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കങ്കുവ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് ഇറങ്ങാൻ പോകുന്നത്. ഒക്ടോബർ 10-ാം തീയതിയാണ് ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും ഞാൻ സിംഗും ഒരുമിച്ച് പോയി കാണുന്നതാണ്. അല്ലെ സിംഗു? തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യും. അതെ. അപ്പോ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചെറിയ ഒരു കുട്ടി ടോഡ്ലർ ഉള്ളത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വരാത്തത്. പക്ഷെ നമുക്ക് ഇനി ഇപ്പം ഏകദേശം ഒന്ന് ട്രാക്കിലേക്കായി വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് മാക്സിമം നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം അഖിലേട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എനർജൈസ് ആയിട്ട് അല്ലെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നന്നായിട്ട്. അപ്പോ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കങ്കുവയുടെ ട്രെയിലർ ഇപ്പൊ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 വർഷമായി കാണും ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട്. അപ്പൊ ഫൈനലി ഇറ്റ്സ് നിയറിങ്. അതുപോലെ ഇന്ന് നമ്മുടെ ശിവ അണ്ണയുടെ നമ്മുടെ ഇതിന്റെ ഡയറക്ടറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഒരു മാസീവ് ബ്ലോക്ക് ബസ്റ്റർ ഇയർ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു, അല്ലേ? നമുക്ക് പിന്നെ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ സൂര്യയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ട്രെയിലർ കാണാൻ. സോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോ നമുക്ക് കണ്ടാലോ ട്രെയിലർ? കണ്ടുവെക്കാം. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம் വിരുന്നരുந்த വാരീരോ. അതറിയില്ല. സോവിറങ്ങുற மாதிரி மேலே இறங்கி அவன் அந்த மண்டையோட்ட ரத்தத்தை நிரப்பி அறத்துக்கு கொண்டு வா. பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். விளை உன் ரத்தமும் என் ரத்தமும் வெவ்வேறா. அறுபட்டியன் சிரம் மண்ணுருண்டாலும் உருளும். உன் நெற்றியும் முழங்காலும் மண் தொடா மண்டீடா. വേറെ ലെവൽ. നമ്മള് എക്സ്പെക്ടേഷനെ കാട്ടി അപ്പുറം മാസ സാധനം അല്ലേ? ട്രെയിലറിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് അത് എൻഡ് വരെ ഞാൻ അത് എൻജോയ് ചെയ്യായിരുന്നു. കാരണം നമുക്കിപ്പം ഇങ്ങനത്തെ സിനിമകളുടെ ആ ഒരു ട്രെയിലർ കണ്ടാൽ നമുക്ക് അതിന്റെ എക്സാക്ട് എങ്ങനെ പോകുന്നു പടം എന്താണെന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമുക്കതിന്റെ ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്കൊന്ന് കുറച്ച് ഏകദേശം എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്കൊന്നും പറയാനില്ല. ഇതെന്തായാലും ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഇതൊന്ന് കണ്ടിരിക്കും. കാരണം ഇതൊന്നും ഇങ്ങനത്തെ സിനിമകളൊന്നും നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവീസ് അല്ല. അത് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. എക്സ്പീരിയൻസ്
അതെ, അതെ. യെസ് അത് വലിയൊരു ബിഗ് സ്ക്രീനിൽ ഒന്നാമത്തെ കാര്യം കാണുമ്പോൾ പറയേണ്ടത് ഇതിന്റെ മേക്കിംഗ് വേറെ ലെവൽ ആയിട്ടുണ്ടെന്ന് തന്നെയാണ്. കാരണം ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത്. പിന്നെ ഓരോ മറ്റേ കടലിന്റെ ഉള്ള സീക്വൻസ് ആണെങ്കിലും പുറത്ത് കരയിലുള്ള ആണെങ്കിലും ചില ഭാഗങ്ങളൊക്കെ വിഷ്വൽ എഫക്ട്സ് ആണ്. പക്ഷെ അത് നമുക്ക് ഇത് കണ്ടിട്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലുള്ളതാണ് അതിന്റെ ഒരു വിജയമായിട്ട് ഞാൻ കരുതുന്നത്. അതെ, നമ്മളൊരു സിനിമ കാണുമ്പോൾ പണി എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. നമ്മളൊരു സിനിമ കാണുമ്പം എത്രയൊക്കെ വിഷ്വൽ എഫക്ട്സ് ആർട്ടിഫിഷ്യൽ ആക്കിയിട്ട് കൊണ്ടുവന്നാലും നമ്മൾ ആ ഒരു ഫ്ലോയിൽ നമ്മളത് അറിയരുത്. അപ്പം മേ ബി നമുക്കത് അതിന്റെ ആ ഒരു 100% എഫക്റ്റോട് കൂടി തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതിൽ സൂര്യയുടെ ഒരു വായ കൊണ്ട് ഒരു ആക്ഷൻ കണ്ടു. അതൊക്കെ എനിക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല, അഖിലേട്ട ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനത് ശ്രദ്ധിച്ചു. ഈ നാക്ക് വെച്ചിങ്ങനെ ഒന്ന് അവിടെ ചുഴറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പ്രഷൻ ഒക്കെ കണ്ടു. യെസ്, അത് ഞാൻ ബോബി ഡിയോളിന് സൗണ്ട് കൊടുക്കണത് നമ്മുടെ വിക്രമാണ്. സൗണ്ട് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ എന്റെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു. എന്റെ ഫുൾ കോൺസെൻട്രേഷനും എപ്പോ സൂര്യ വരും എന്നുള്ള ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ അതിന്റെ വോയിസിലേക്ക് ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ഡിയോള ഒക്കെ പണ്ടത്തെ നമ്മുടെ റൊമാൻറ്റിക് ബോബി ഡിയോളുടെ ആ ഒരു ഫേസ് വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ വലിയൊരു ബിഗ് ട്രാൻസിഷൻ ആണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബിഗ് ട്രാൻസിഷൻ കൊടുക്കുന്ന ഒരു മൂവി കൂടെ ആയിരിക്കും ഇത്. യെസ്, നമ്മൾ ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല. സോ വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാ സൂര്യ ഫാൻസിനും പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് ബ്ലാസ്റ്റ് ചെയ്ത് കാണണം സിനിമ. എന്താ പറയാ, ഇതിന്റെ നമ്മുടെ ദേവി ശ്രീ പ്രസാദ് ആണ് മ്യൂസിക്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് പറയാൻ വിട്ടുപോയതാണ്. അത് എല്ലാ സീക്വൻസിനോട് മാച്ചിങ് ആവുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാണുമ്പോൾ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. അതെ, അത് തന്നെയാണ്. എനിവേ, അപ്പോ എന്താ പറയാ, ഓഫീസ് ടൈമാണ്. ഞാൻ ഇപ്പൊ അവിടെ നിന്ന് ചാടി വന്നതാണ്. സിംഗു ഇപ്പൊ കുട്ടി അവിടെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിപ്പം ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് അവര് ഇറക്കിയ ട്രെയിലറാണ്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു ട്രെയിലറും കൂടെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയില്ല എന്താണെങ്കിലും ഇത് ട്രെയിലർ കട്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. കാര്യം നമുക്ക് ചില സിനിമയിൽ ആ സിനിമ എങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഒന്നൊരു ഗസ് അടിക്കാൻ പറ്റും. പക്ഷെ ഇത് ഒന്നും മനസ്സിലാവണില്ല. കുറെ സീക്വൻസസ് വെച്ച് അവര് കണക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ സിനിമയുടെ എന്താണ് അങ്ങനത്തെ ഒരു കണക്ഷൻ ഒന്നും ഇപ്പൊ പെട്ടെന്ന് ഒരാൾ കാണുമ്പോ അയാൾക്ക് മനസ്സിലായി എന്ന് വരില്ല. സോ അതാണ് നല്ലത്. അതെ, അപ്പോ എനിവേ, അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മള് ഒന്ന് വഴിയിൽ വെച്ചിട്ടൊന്ന് നിന്നുപോയി, അതിന്റെ റീസൺസ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ തുടർന്നും നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് തന്നിരുന്ന ആ ഒരു സപ്പോർട്ട് തുടർന്നും കൊണ്ടുപോവുക. നമ്മള് നമ്മുടെ മാക്സിമം നമ്മുടെ 100% ഇട്ടിട്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുമിക്കുമ്പോ കൂടുതൽ വീഡിയോ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അതെ, ഇനി അപ്പോ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.